പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാടിപ്പിക്കുന്നത്. അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ഭൂഷണമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രമേള നടക്കുമ്പോൾ ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മതനിരപേക്ഷ ശാസ്ത്രചിന്തയുള്ള ഒരു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം, എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനമല്ലേ നമുക്ക് ആവശ്യമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ MLA-മാരും പ്രത്യേകിച്ച് ഞങ്ങളുടെ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കേരളത്തിലാകെയുള്ള സ്കൂളുകളിലും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയാണ്. ഒരു ശാസ്ത്രമേളയുടെ വേദിയായതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങൾ ആലോചിക്കുന്നതിന് വയ്ക്കുകയാണ്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട്, നമ്മൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളിൽ പോകാറുണ്ട്, പിന്നെ സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോകാറുണ്ട്. അവിടെയെല്ലാം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ചടങ്ങുകളിൽ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധ രൂപത്തിലുള്ള ഗാനങ്ങളാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകർ പാടിപ്പിക്കുന്നത്. അത് നമ്മുടെ മതേതരത്വത്തിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ഭൂഷണമാണോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രമേള നടക്കുമ്പോൾ ആലോചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മതനിരപേക്ഷ ശാസ്ത്രചിന്തയുള്ള ഒരു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗാനം അല്ലേ നമുക്ക് ആവശ്യം, എല്ലാ സ്കൂളുകളിലും ഒരേ രൂപത്തിലുള്ള ഒരു ഗാനമല്ലേ നമുക്ക് ആവശ്യമെന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച സമൂഹത്തിൽ നടക്കട്ടെ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഒരേ ഗാനം തന്നെ ആയിക്കോട്ടെ. അത് ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വമൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുട്ടികൾ പാടുന്ന പാട്ടായി മാറണം. ഇത് മറ്റ് ഇഷ്ടമില്ലാത്ത ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില കുട്ടികൾ നിർബന്ധപൂർവം വിദ്യാർത്ഥി ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെ പാടേണ്ടി വരുന്നു. അങ്ങനെ നിർബന്ധിച്ച ഒരു കുട്ടിയെ നമ്മൾ ഒരു ആ കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി പാടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഉടനെ നടപ്പിലാക്കാൻ വേണ്ടി പോണ കാര്യമൊന്നുമല്ല. ഇത് സമൂഹത്തിൽ ചർച്ചയാവട്ടെ. നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും മാനേജ്മെൻറ്റും എല്ലാം തന്നെ ചർച്ച ചെയ്തു കൊള്ളട്ടെ എന്നുള്ള കാര്യം കൂടി ഈ ശാസ്ത്രമേളയിൽ അറിയിച്ചുകൊണ്ട് ഈ മേള ഉദ്ഘാടനം ചെയ്തതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.